നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില കുറയുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാന കരാറായതോടെയാണ് വില കുറയാൻ തുടങ്ങിയത്. ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കുള്ള ഇറാൻ ഉണ്ടായിരുന്ന വിലക്ക് അമേരിക്ക നീക്കിയതോടെയാണ് വില കുറയാൻ തുടങ്ങിയത്. ക്രൂഡ് ഓയിൽ വിലയെ തുടർന്ന് വർദ്ധിപ്പിച്ച പെട്രോൾ ഡീസൽ വില കേന്ദ്ര സർക്കാർ കുറയ്ക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. പെട്രോൾ വില വർദ്ധിപ്പിച്ചതോടെ വിപണിയിൽ വിലക്കയറ്റം ദൃശ്യമായിരുന്നു. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതോടെ ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ ലാഭത്തിലേക്ക് നീങ്ങിത്തുടങ്ങിയതായ റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം തുടങ്ങി ആദ്യ നാളുകളിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $120 വരെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ബാരലിന് $77 നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. വലിയ രീതിയിലുള്ള വിലക്കുറവാണ് വിപണിയിൽ കാണിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോഴുള്ള സഞ്ചാരം. അതുകൊണ്ട് തന്നെ ലാഭത്തിൽ വലിയ വർധനവ് എണ്ണ കമ്പനികൾക്കുണ്ട്. പക്ഷേ ക്രൂഡ് ഓയിൽ വില ഉയർത്തിയത് കാരണമുള്ള നഷ്ടം ഇന്ത്യൻ എണ്ണ കമ്പനികളെ വേട്ടയാടുന്നുമുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതോടെയാണ് അസംസ്കൃത എണ്ണവില കുതിച്ചുയർന്നത്. എന്നാൽ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. ചില്ലറ വിൽപ്പന വിലയിൽ വർധനവ് ഒഴിവാക്കാൻ മാർച്ചിൽ സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ ലിറ്ററിന് ₹10 വീതം കുറച്ചിരുന്നു. എക്സൈസ് തീരുവ കുറച്ചതിന് സർക്കാരിന് പ്രതിവർഷം ഏകദേശം 1.8 ലക്ഷം കോടി രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് കണക്കുകൾ പറഞ്ഞത്. ആഗോള എണ്ണവില യുദ്ധത്തിന് മുമ്പുള്ള നിലവാരത്തിലേക്ക് താഴ്ന്ന് സ്ഥിരത കൈവരിക്കുമ്പോൾ തീരുവ പുനഃസ്ഥാപിച്ചേക്കാം. പ്രതിസന്ധി ആഴ്ചകൾ നീണ്ടതോടെ ചില്ലറ വില കൂടുതൽ കാലം വർദ്ധിപ്പിക്കാതെ നിർത്തിയതാണ് എണ്ണ കമ്പനികൾക്ക് ബാധ്യതയായത്. ഇതിനെ തുടർന്നാണ് കേന്ദ്രം പിന്നീട് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ് വരുത്തിയത്. ₹8 മെയ് മാസം വർധന വരുത്തിയത്. പക്ഷേ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത നിലയിൽ പിന്നീട് വില ഉയർത്തിയതുമില്ല. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ 3 പൊതുമേഖലാ എണ്ണ കമ്പനികളിൽ എണ്ണവിലയിൽ ഇടിവ് തുടരുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് BPCL, IOC എന്നിവയാണ്. അതേസമയം വിപണിയെ അമ്പരപ്പിച്ച് സ്വർണ്ണവില താഴേക്ക് പതിക്കുകയുമാണ്. ഒരു പവൻ സ്വർണത്തിന് ₹1520 കുറഞ്ഞ് പവന് 1,07,000 രൂപയാണ്. ഗ്രാമിന് ₹190 കുറഞ്ഞ് 13,375 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. നിരക്കിലെ ഈ പെട്ടെന്നുള്ള കുറവ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്കും നിക്ഷേപകർക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. പവന് ഏതാണ്ട് 1,40,000 വരെയായ സ്വർണമാണ് ഇപ്പോൾ പവന് 1,07,000 എത്തി നിൽക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ എത്തുന്നതാണ് പലപ്പോഴും വില വർദ്ധിക്കാൻ കാരണമാവുന്നത്. അതേസമയം സമീപ ഭാവിയിൽ തന്നെ പവന് 80,000 രൂപയോളം വരെ താഴാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.